പുതിയറ എന്നുള്ളൊരു സ്ഥലത്ത്, കോഴിക്കോട് പുതിയറ എന്നുള്ളൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അവിടെ ഒരുപാട് എഴുത്തുകാരുടെ സംഗമ ഭൂമിയായിരുന്നു. അപ്പോൾ അച്ഛൻ എഴുതുമായിരുന്നു. അതേപോലെ എഴുത്തുകാരായിട്ടുള്ള എസ്.കെ. പൊറ്റേക്കാട്, തിക്കോടിയൻ, ഉറൂബ് തുടങ്ങിയിട്ടുള്ള എഴുത്തുകാരൊക്കെ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് എൻ്റെ ജീവിതം. ഞാൻ പഠിച്ചത് കോഴിക്കോട് BEM ഗേൾസ് ഹൈസ്കൂളിലാണ്. അപ്പോൾ അവിടുന്ന് നടന്നിട്ടാണ് പോവുക. അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായും പിന്നെ പരിസരവുമായിട്ടുള്ളൊരു ഉറ്റ ബന്ധം കുട്ടിക്കാലം മുതൽക്ക് തന്നെ എനിക്ക് പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരികൾ, എൻ്റെ സ്കൂള്, അതൊക്കെ ഇപ്പോഴും എനിക്കൊരു ഗൃഹാതുരത്വമാണ്. കാരണം അക്കാലത്ത് ഞങ്ങളുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ശരിക്കും പ്രകൃതി രമണീയമായൊരു സ്ഥലത്ത്, പ്രകൃതിയുടെ ഭംഗിയും അതുപോലെ അവിടുന്ന് നെല്ലിക്ക പെറുക്കിയും ബദാമൊക്കെ ഞങ്ങൾ തന്നെ പെറുക്കി തിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്ത് പുളി മരം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ബാല്യകാലം. പിന്നെ വീട്ടിലും അതുപോലെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള തനി നാട്ടുമ്പുറത്തുകാരുടെ ഒരു ജീവിതമാണ്. ആ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള പുതിയറയിലുള്ള ഞങ്ങളുടെ കളത്തിൽ എന്ന് പറഞ്ഞൊരു തറവാടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ അനുഭവിച്ചതൊരു തനി നാട്ടുമ്പുറത്തുകാരുടെ ജീവിതമാണ്. അച്ഛൻ ചാവക്കാട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിനടുത്തുള്ള ചാവക്കാടായിരുന്നു വീട്. അതൊരു നാട്ടുമ്പുറമാണ്. അപ്പോൾ അവിടുത്തെ ജീവിതം പറിച്ചു നട്ട പോലെ ഞങ്ങളുടെ തറവാട്ടിലെ ഞങ്ങളുടെ ജീവിതം. അപ്പം അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ്. അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും അങ്ങനെ ഞങ്ങളൊരു 3-4 കുടുംബങ്ങൾ ഒന്നിച്ചായിരുന്നു ആ വീട്ടിൽ താമസിച്ചത്. പിന്നെ ഞങ്ങൾ ഒരു 10-12 കുട്ടികൾ ഒന്നിച്ച് മുറ്റത്ത് കളിച്ചിരുന്നൊരു കാലം. മുറ്റത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അക്കാലത്തും കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ കൂടെ ഞാൻ കൂടിയിരുന്നില്ല. അന്നും എൻ്റെ കളിക്കൂട്ടുകാരെ പുസ്തകങ്ങളായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവുമായിരുന്നു. കാരണം എഴുത്തുകാർ കയ്യൊപ്പിട്ട പുസ്തകങ്ങൾ അധികം ഉണ്ടാവുക. അങ്ങനെ ഒരു വലിയ അളമാര നിറയെ പുസ്തകങ്ങളുണ്ടാവും. അപ്പോൾ വീട്ടിലെ ലൈബ്രറി ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ അച്ഛൻ അന്ന് റാണി ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞൊരു ചേച്ചീൻ്റെ പേരിലൊരു ബുക്ക് സ്റ്റാൾ നടത്തിയിരുന്നു. അപ്പോൾ ആ ബുക്ക് സ്റ്റാളിൽ ഒരുപാട് പുസ്തകങ്ങൾ, ഈ നോവലുകൾ, കഥകൾ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഗതികളും ഉണ്ടാവും. അപ്പോൾ ഈ പുസ്തകങ്ങൾ മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങനെയാണ് കുട്ടിക്കൃഷ്ണന്മാരുടെ ഭാരത പര്യടനമൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ നാവ് മുറിഞ്ഞ കിളി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, അത് അങ്ങനെയുള്ള കുട്ടികൾ വായിക്കുന്നത് മുതൽ വലിയവർ വായിക്കുക. അല്ല അങ്ങനെ ഞങ്ങളുടെ വീട്ടിലന്ന് അരുത് എന്നുള്ള വാക്ക് ആരും പറഞ്ഞിരുന്നില്ല. പുസ്തകം വായിക്കുമ്പോൾ കുട്ടികളുടെ പുസ്തകം വലിയവരുടെ പുസ്തകം എന്നുള്ളൊരു ഭേദബുദ്ധി അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾ മുറ്റത്ത് കളിക്കുമ്പം അന്ന് സോടി കളിക്കുക, പിന്നെ പന്ത് കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അതൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായ കക്ക് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പുസ്തകം വായിക്കുമായിരുന്നു. അന്ന് ബാലസാഹിത്യം മാത്രമല്ല, അക്കാലത്ത് ഉണ്ടായിരുന്ന ദീനബന്ധു, അതുപോലെ മലയാള മനോരമ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ വന്നിരുന്നു. മാതൃഭൂമിയിലൊക്കെ അന്ന് മനോഹരമായ കഥകൾ വന്നിരുന്നു. പിന്നെ അന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്ന കഥകൾ, അന്തർജനത്തിൻ്റെ കഥകൾ, MTയുടെ കഥകൾ, അങ്ങനെ ഒരുപാട് കഥകൾ വന്നിരുന്നു. പിന്നെ പല വലിയ എഴുത്തുകാരുടെയും തർജ്ജമകൾ, ഇതൊക്കെ ഞങ്ങളും വായിക്കും. വീട്ടിലുള്ളവർ അച്ഛനും അമ്മയൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ വായനയായിരുന്നു അന്ന്. വായനയുടെ വള്ളിക്കുടിലുകളായിരുന്നു ഞങ്ങൾക്കൊക്കെ ഇരുന്ന് വിശ്രമിക്കാനുള്ള കേന്ദ്രം. എല്ലാ കുട്ടികളും വായിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അന്നേ ഒരു ഏകാഗ്നിയായ കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എന്താ വെച്ചാൽ, ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ പറമ്പ് നിറയെ വൃക്ഷങ്ങളായിരുന്നു. മാവ്, പ്ലാവ്, പറങ്കിമാവ്, കൂടാതെ തേക്ക്, വീട്ടി, അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ടാവും. ഈ മരങ്ങളുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ അന്നേ എല്ലാവരും പറയും ഞാൻ അന്നേ ഏകാഗ്നിയായൊരു കുട്ടിയായിരുന്നു എന്ന് പറയും. കാരണം ഈ ഏകാഗ്യത എന്ന് പറഞ്ഞാൽ ഒരു സർഗാത്മകതയുടെ ഒരു തലം. പിന്നെ വായന എനിക്ക് അന്ന് സമ്മാനിച്ചത് ദാർശനികമായിട്ടുള്ളൊരു, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ദാർശനികമായ ഒരു തലവും അതുപോലെ ഹൃദയോന്മാദിയായിട്ടുള്ള ഒരു ഭാവന പ്രപഞ്ചവും എനിക്ക് ഉണ്ടാക്കി തന്നു. ഈ വായന എനിക്ക് അന്ന് തന്നിട്ടുള്ള അനുഭൂതി, അറിവ്, ദാർശനികമായിട്ടുള്ള ഉന്നത തലങ്ങൾ, ഇതൊക്കെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം എസ്.കെ. പൊറ്റേക്കാടിൻ്റെ കഥകൾ വായിച്ചപ്പം എസ്.കെ. കയ്യൊപ്പിട്ട പുസ്തകങ്ങൾ, എസ്.കെ. നിത്യം കാണും. എസ്.കെ. ഞങ്ങളുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു. അപ്പോൾ സന്ധ്യയ്ക്ക് വൈകുന്നേരം ഞങ്ങളെ വീട്ടിൽ എസ്.കെ. കടന്നു വന്നാൽ എസ്.കെ. അച്ഛനുമായിട്ടും വലിയച്ഛനുമായിട്ടൊക്കെ സംസാരിക്കും. പിന്നെ ഈ സംസാരം കഴിഞ്ഞാൽ എസ്.കെ. മിക്ക ദിവസവും ഞങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം പോലും നാട്ടുമ്പുറത്തെ ഭക്ഷണമായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങൾക്ക് കഞ്ഞിയും പുഴുക്കുമാണ്. ഇത്രയും കുട്ടികളെ മുന്നിൽ വെക്കുന്ന പിഞ്ഞാണങ്ങളിലും അവർ അന്ന് കഞ്ഞിയും പുഴുക്കുമാണ് അമ്മയും വല്യമ്മയൊക്കെ തന്നിരുന്നത്. അതേ ഭക്ഷണം തന്നെയായിരുന്നു എസ്.കെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ചിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എസ്.കെ. റമ്മി കളിക്കുമ്പോൾ ഇങ്ങനെ തലമുടി ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടാണ് എസ്.കെ. ഇങ്ങനെ റമ്മി കളിക്കുക.
അപ്പോൾ ഞങ്ങൾക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്, കളപ്പുര എന്ന് വിളിച്ചിരുന്ന മുറ്റത്ത്, വിശാലമായ മുറ്റത്തിൻ്റെ വിപരീതമായിട്ട് അവിടെ ഒരു വീട് പോലെ തന്നെ ഒരു ചെറിയ ഒഴിഞ്ഞൊരു ഹാള് പോലെ, അതിലിരുന്നിട്ട് എഴുത്തുകാർ ചർച്ച ചെയ്തിരുന്നു. അവർ റമ്മി കളിച്ചിരുന്നു. അതേപോലെ എഴുത്തുകാരുടെ ചർച്ച. അപ്പോൾ തിക്കോടിയൻ സാറ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പരിപാടിയിൽ ഞാൻ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹം പറയും, ഇവൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന ജനലിൽ കൂടെ ഇവൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു എന്നൊക്കെ എന്നെക്കൊണ്ട് തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ അക്കാലത്തെ എഴുത്തുകാരെ കണ്ടിട്ടും എഴുത്തുകാരുടെ രചനകൾ വായിച്ചിട്ടും വളർന്നു വന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. അത് എനിക്ക് ഭാവിയിൽ ഒരുപാട് ഗുണങ്ങൾ തന്നിട്ടുണ്ട്. കാരണം എഴുത്തുകാരുടെ കാഴ്ചപ്പാടുകൾ, അന്നൊക്കെ എഴുത്തുകാർ പ്രകൃതിയിലേക്ക് അണഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ നോവലും ചെറുകഥയൊക്കെ എഴുതിയിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ആകാശം നഷ്ടപ്പെട്ട ഒരു തരം എഴുത്തുകാരാണുള്ളത്. നമ്മളൊക്കെ ചെറിയ മുറികളിലേക്ക് ഒതുങ്ങി പോവുകയും ചെറിയ കോൺക്രീറ്റ് മുറികളിൽ ഇരുന്നിട്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലിരുന്ന് എഴുതുകയും ആകാശവും ഭൂമിയും ഒക്കെ അതിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് എഴുതുന്ന ഒരു തരം ചുറ്റുപാടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഒരു കഥയോ അല്ലെങ്കിൽ നോവലോ കവിതയോ എന്തെങ്കിലും എഴുതണമെങ്കിൽ അത് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ കഥ എഴുതുമോ അല്ലെങ്കിൽ കവിത എഴുതുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റാറില്ല. അതേപോലെ ഓണക്കാലത്ത് നിങ്ങൾ കഥ എഴുതുമോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുക്കാൻ എനിക്ക് സാധിക്കാറില്ല. ഞാൻ എപ്പോഴും എഴുതുക വെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസോ സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസോ നിങ്ങളുടെ അനുഭവമോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അനുഭവമോ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. പിന്നെ അതൊരു ഉണങ്ങിയ വിത്ത് പോലെ നമ്മുടെ മനസ്സിൽ കിടക്കുകയും മനസ്സ് ഇങ്ങനെ ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് മാറിയിട്ട് അതിൽ നിന്ന് മുളച്ചു വരുന്ന പോലെയാണ് കഥകളൊക്കെ പിറക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കഥ എഴുതുന്ന സമയത്ത് ഇപ്പം ഞാൻ സൂറത്തിലൊരു സംഭവം ഉണ്ടായി. അവിടുത്തെ ഭൂമികുലുക്കത്തിൽ ഒരുപാട് പേര് മരിക്കുന്നു. അപ്പം ഞാനത് ടി വിയിൽ കാണണം. അതൊരു തേർഡ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും എല്ലാം ഒരു പത്രക്കാർ അല്ലെങ്കിൽ മാധ്യമം എനിക്ക് പറഞ്ഞു തരികയാണ്, ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി, ഇത്രയും ജനങ്ങൾ മരിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരു കോളറ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം, ഈ പ്ലേഗിൻ്റെ സംഭവമാണ് ഞാൻ എഴുതിയത്. അപ്പോൾ പ്ലേഗിനെ കുറിച്ച് ചിതയൊരുക്കങ്ങൾ എന്നുണ്ട് ഞാനൊരു കഥ എഴുതണ്ടായി. അതെൻ്റെ ആത്മാവിനെ വല്ലാതെ സ്പർശിക്കുകയും അഗാധമായിട്ട് നോവിക്കുകയും ചെയ്തിട്ടുള്ള അനുഭവമാണ്. ഇങ്ങനെ ഉറുമ്പുകൾ ഉറുമ്പുകൾ നമ്മൾ ഓരോ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതേപോലെ ഉറുമ്പുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന സാധനങ്ങളെ പോലെ മനുഷ്യന്മാർ മുതുകിൽ ശവശരീരങ്ങൾ ഏറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ച. ഈ ഒരു ഇതെൻ്റെ മനസ്സ് കിടന്ന് ഉരുകി തിളച്ചിട്ടാണ് ഞാൻ ആ കഥ എഴുതുന്നത്. അത് മാതൃഭൂമിയുടെ ഒരു ഗൃഹലക്ഷ്മി എന്നൊരു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ 1600 കഥകളിൽ നിന്നാണ് ആ കഥ തിരഞ്ഞെടുത്ത 1ാം സമ്മാനം കിട്ടിയത്. അപ്പോൾ കഥ എഴുതുന്നത് അല്ലാതെ അതിൻ്റെ സമ്മാനം അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. പക്ഷേ ഈ കഥ സമ്മാനിതമായതിന് ശേഷം അതിൻ്റെ ജഡ്ജസ് പറഞ്ഞിട്ട് അനുഭവം, ഒരു സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആത്മാവിൽ കിടന്ന് അത് നമ്മളെ വേദനിപ്പിച്ച് നൊമ്പരപ്പെടുത്തി എന്നിട്ടാണ് നമ്മളൊരു കഥയിലേക്ക് പ്രവേശിക്കുന്നത്. അതിപ്പോൾ ഇന്നുണ്ടായ സംഭവം ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ ആയിരിക്കും ചിലപ്പോൾ ഞാൻ എഴുതുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അത് അതിൻ്റേതായിട്ടുള്ള പക്വത ആർജിച്ചാൽ മാത്രമേ എഴുതുള്ളൂ. പക്ഷേ നോവലിൻ്റെ കാര്യം അങ്ങനെയല്ല. നോവൽ ഞാൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്കെച്ച് ഉണ്ടാക്കി വെക്കുന്നല്ലാതെ ആ സ്കെച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഞാൻ പോവുക ചെയ്യുക. ഗംഗ എന്ന് പറഞ്ഞ നോവൽ ഞാൻ എഴുതിയത് ബനാറസിനെ കുറിച്ചാണ്, വാരാണസി എന്ന് പറഞ്ഞുള്ള സ്ഥലത്തിനെ കുറിച്ചാണ്. അത് MT എഴുതിയിട്ടുണ്ട് നോവൽ, PR നാഥൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ നോവലുകളൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ചകൾ, ഞാൻ കേട്ട ശബ്ദങ്ങൾ, ഞാൻ അനുഭവിച്ച അനുഭൂതികൾ, അതൊക്കെയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ആ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ ഞാൻ വഴിയിൽ നിന്ന് കണ്ടുമുട്ടിയതാണ്. പക്ഷേ ഈ കഥ എന്നെ കൊണ്ടുപോകുക എന്നല്ലാതെ ഞാൻ ഒരിക്കലും കഥയെ കൊണ്ടുപോകാറില്ല. അതാണ് എൻ്റെ ഒരു രീതി. പ്രണയം ശരിക്കും നമുക്ക് വിലക്കപ്പെട്ടൊരു കനിയായിട്ടാണ് സമൂഹത്തിലുള്ളത്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മനോഹരമായ 3 കാര്യങ്ങളാണുള്ളത്: ജനനം, പ്രണയം, മരണം. ജനനം എന്നത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു. മരണം എന്നത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നെയുള്ളത് ജീവിത പ്രണയമാണ്. ഈ ജീവിത പ്രണയം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതാവണമെന്നില്ല. ഞാൻ എൻ്റെ കൃതികളിൽ അധികവും ഞാൻ ആവിഷ്കരിച്ചിട്ടുള്ളത് പ്രണയത്തിനെ കുറിച്ചാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ് പ്രണയം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലോ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനോ തമ്മിലുള്ള
പ്രണയത്തിൻ്റെ ഭാവങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. കാരണം നമ്മുടെ പുതിയ കാലഘട്ടത്തിലും മൊബൈൽ ഫോണിലൊക്കെ ഒന്നിലധികം അല്ലെങ്കിൽ 2ഉം 3ഉം പ്രണയങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആണിനെയും പെണ്ണിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീക്ക് ഒരു പുരുഷനോടുള്ള അഗാധമായ പ്രണയം, അത് പുരുഷന് സ്ത്രീയോടുള്ളത്, അതൊന്നും ഒരിക്കലും പരിപൂർണമല്ല. ഇപ്പോൾ ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്ന പ്രണയമേ അല്ല അവൾക്ക് കിട്ടുന്നത്. അത് എന്താ വെച്ചാൽ നമ്മളിപ്പം പ്രണയവിവാഹം പരാജയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പ്രണയം പരാജയപ്പെടുന്നത് അവിടെ സ്വാതന്ത്ര്യം ഇല്ലാണ്ടാവുമ്പോഴാണ്. അപ്പോൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ അവർ നമ്മുടെ മാത്രം സ്വത്താണെന്ന് വിചാരിക്കുകയും അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അങ്ങനെ ആവുമ്പോഴാണ് പ്രണയം മരിച്ചു പോകുന്നത്. അപ്പോൾ ഈ പ്രണയം ഇല്ലാണ്ടാവുന്നത് സ്വാതന്ത്ര്യം ഇല്ലാണ്ടാവുമ്പോഴാണ്. ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലുതായിട്ട് കാണുന്ന പ്രണയമാണെങ്കിൽ അതിനേക്കാൾ എത്രയോ മീതെയാണ് സ്വാതന്ത്ര്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജീവശ്വാസമാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഇല്ലാതെ എന്നെ ഒരാൾ പ്രേമിക്കുകയാണെങ്കിൽ എനിക്കത് ആ പ്രണയത്തിനെ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഥകളിലൊക്കെ ആവിഷ്കരിക്കുന്നത് പ്രണയത്തിൽ ഒരു സ്ത്രീ കാക്ഷിക്കുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്താണോ ഒരു സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഈ തരത്തിലുള്ള ഒരുപാട് കഥകളും നോവലും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നോവലിലൊക്കെ തന്നെ ഞാൻ എന്നെയാണ്, എൻ്റെ സ്വത്വം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എന്താഗ്രഹിക്കുന്നോ അത് വന്നിട്ടുണ്ടാവും. എൻ്റെ എൻ്റെ പുസ്തകങ്ങളുടെ പേര് തന്നെ പ്രണയം മധുരം, പ്രണയ സമീര്, പ്രണയ മർമ്മരങ്ങൾ, പ്രണയ നൊമ്പരങ്ങൾ, ഇതുപോലുള്ള കവിതകളും കഥകളൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പ്രണയം മധുരം എന്നുള്ള പുസ്തകങ്ങൾ പ്രണയകഥകൾ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് പ്രണയം മധുരമാണ് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഈ മധുരമാർന്ന പ്രണയത്തിൻ്റെ പല വശങ്ങളാണ് ഞാൻ എഴുതിയത്. ഞാൻ ഓർമ്മിക്കുന്നത്, ഒരിക്കലും എൻ്റെ പ്രണയം മധുരം എന്നുള്ള പുസ്തകം വായിച്ചിട്ട് നമ്മുടെ വിഖ്യാത സംവിധായകനായിട്ടുള്ള ബ്ലെസ്സി എന്നെ ഫോൺ ചെയ്യുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സുധീര, ഞാൻ ഈ പുസ്തകം വായിച്ച സമയത്ത് പ്രണയത്തിൻ്റെ പല ഭാവങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ ഭാവിയിൽ ഇനി അങ്ങോട്ട് ആളുകളെ എങ്ങനെ പ്രണയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നത്. എൻ്റെ ഭാവനയും കുറേ ഉണ്ട്, അതുപോലെ അനുഭവങ്ങളും കുറേ ഉണ്ടെന്ന് ഞാൻ അതിൽ പറയണ്ടായി. അപ്പോൾ ഈ പ്രണയമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിന് ശരിക്കും നിലനിർത്തുന്നത്. ജീവിത പ്രണയം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ ജീവിതം കൊണ്ട് എന്ത് കാര്യമുള്ളത്? അപ്പം ജീവിത പ്രണയം നമ്മളെ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ്. കാരണം പ്രണയം എന്നത് കാരുണ്യത്തിനെ കാഞ്ചനമാക്കി മാറ്റുന്നതാണ്, അല്ലെങ്കിൽ വിഷത്തെ അമൃതാക്കി മാറ്റുന്നതാണ്. പ്രണയിക്കുമ്പോൾ നമുക്ക് പ്രായമില്ല, അല്ലെങ്കിൽ മരണത്തെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ പ്രായത്തെ നമ്മൾ അറിയുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മാധവിക്കുട്ടിയായിരുന്നു. മാധവിക്കുട്ടി ചേച്ചിയുടെ എൻ്റെ ജീവിതത്തിൽ വളരെ അടുപ്പമുള്ള ആളായിരുന്നു. അവരുടെ അവസാന കാലത്തെ പ്രണയത്തെക്കുറിച്ച് എന്നോട് പറയണ്ടായി. അവസാനം അവരൊരു പുരുഷനെ പ്രേമിച്ചതും ആ പുരുഷനുമായിട്ട് അവർ സംഗമിച്ചതും അദ്ദേഹത്തിൻ്റെ താവളത്തിൽ അവർ പറഞ്ഞ സ്ഥലത്ത് പോയതും അവരെ പർദ്ദട്ടിട്ട് തെരുവിലൂടെ ആ പ്രണയിതാവിൻ്റെ കൈ പിടിച്ച് നടന്നതും ഒക്കെ എന്നോട് പറയണ്ടേ. അപ്പോൾ പ്രണയം കൊടുക്കുന്ന ധൈര്യമാണത്. പ്രണയത്തിന് പ്രായമൊന്നുമില്ല. അതേ കോളറ കാലത്തെ പ്രണയം, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. അപ്പോൾ അത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും, ആ പ്രായത്തിലൊക്കെ മനുഷ്യനെ പ്രേമിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ അടുത്ത കാലത്ത് അമേരിക്കയിലെ ഒരു ദമ്പതികൾ മരിക്കുകയുണ്ടായി. വൃദ്ധ ദമ്പതികൾ, 94 വയസ്സായ ഒരു പുരുഷനും 90 വയസ്സായ ഒരു സ്ത്രീയും. അവരുടെ ജീവിതം ആഘോഷിച്ച ശേഷം പിന്നെ അവർ ആത്മഹത്യ ചെയ്യണം. കാരണം അവരിൽ ഒരാൾ പോകുമല്ലോ, ഏതെങ്കിലും ഒരാളല്ലേ ഒന്നിച്ച് ഒരു സമയത്ത് മരിക്കുള്ളൂ. അപ്പോൾ അവരങ്ങനെയല്ലാതെ നമ്മൾ ഒന്നിച്ച് തന്നെ ഈ ലോകത്തു നിന്ന് വിട്ടു പോവാമെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രണയം. അത് വിവാഹത്തിലാവാം, വിവാഹത്തിന് പുറത്താവാം, അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള ആളുകൾ തമ്മിലാവാം. അപ്പോൾ ഇത്തരം പ്രണയമാണ് നമുക്ക് ഈ ലോകത്ത് വേണ്ടത്. അപ്പോൾ ഈ ലോകം തന്നെ, എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന